ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോളിടെക്നിക്കിൻ്റെ S1 മാത്സിൻ്റെ കുറച്ചുകൂടി പ്രോബ്ലംസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് നമ്മളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പാസ്സാവും കേട്ടോ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ പഴയ വീഡിയോസ് നോക്കുക, ബേസിക്കൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രോബ്ലംസ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കൂടുതൽ നമ്മൾ നോക്കുകയാണ്. രണ്ട് യൂണിറ്റോടെ നമുക്ക് ട്രിഗണോമെട്രിയാണ് 2015 സ്കീമിലെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഏപ്രിൽ 7 എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ അല്ലേ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രിഗണോമെട്രിയിൽ നിന്ന് ഓരോ സെക്ഷനായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അതായത് ഓരോ സെക്ഷൻ നമ്മൾ പഠിക്കുകയാണ് ട്രിഗണോമെട്രിയിൽ. യെസ്, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എങ്ങനെയെന്ന് അറിയോ? ട്രിഗണോമെട്രിയുടെ ബോർഡ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമുക്ക് ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ പാർട്ട് 2 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലും വരുന്നുണ്ട്. അതുപോലെ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, അതിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. റിപ്പീറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം വാല്യൂ അല്ല, ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആദ്യം ഞാൻ ഈ കാര്യം പറയുന്നു, ആ ടൈപ്പിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ അടുത്ത ടൈപ്പ് പറയുന്നു, ആ ടൈപ്പിൽ. അങ്ങനെ പഠിച്ച് വരുമ്പോൾ നമുക്ക് ആ സെക്ഷൻ മുഴുവൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പാർട്ട് എയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പറയാം. അതായത് ഏതാ 2024 ഇപ്പോൾ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറല്ലേ, ഇപ്പോൾ കഴിഞ്ഞ സപ്ലിട്ടാ 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതിൽ അത് വെച്ചിട്ടാണ് പറയുന്നത്. ട്രിഗണോമെട്രിയുടെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് പാർട്ട് എ എന്നുള്ളത് 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പാർട്ട് ബിയിൽ 6 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിൽ നിന്നുണ്ടായിരുന്നു. മനസ്സിലായോ? പാർട്ട് സിയിൽ 15 മാർക്കിൻ്റെ അല്ലേ, അതിൽ ഒന്നിൽ ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓറ് വീണ്ടും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മനസ്സിലായി? 2. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല പറയുക, അതായത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, 15 തന്നെ ABC ഉണ്ടാവും. എക്ക് 5, ബിക്ക് 5, സിക്ക് 5, ഇങ്ങനെ കേട്ടോ. അങ്ങനെ ഇരിക്കും. ഓറായിട്ട് വീണ്ടും 15 ABC ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇതിൽ 2 ചോയ്സ് ഉണ്ട്. മനസ്സിലായോ? വീണ്ടും അടുത്ത സെക്ഷൻ, അതായത് യൂണിറ്റ് 2 എടുക്കുമ്പോൾ അവിടെയും എന്തുണ്ട്, മൂന്നാമത്തത് 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇവിടെയും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ട്രിഗണോമെട്രിയിൽ നിന്ന് മാത്രം ചോയ്സ് അടക്കം നോക്കുകയാണെങ്കിൽ 60 മറ്റേ 6 4 24 88 മാർക്കിനോളം ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിൽ നിന്ന് മാത്രം നമുക്കുണ്ട്. ചോയ്സ് അടക്കമാണേ, നമുക്ക് എല്ലാം എഴുതാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 15 മാർക്ക് നമ്മൾ നേടിയെടുക്കണം, ഇവിടെ ഒരു 15 മാർക്ക്. അപ്പോൾ 2 15 ആകുമ്പോൾ 30 മാർക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ 6 മാർക്കിന് 24 മാർക്കും മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ട്രിഗണോമെട്രീനെ എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെടുക. പിന്നെ ഡിഫറൻസിയേഷൻ്റെ സിമ്പിളായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതും റിപ്പീറ്റഡ് ആണ്. മനസ്സിലായോ? അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ട്രിഗണോമെട്രിയിൽ. അതും ഡിഫറൻസിയേഷന് അത് പഠിക്കാം. പിന്നെ ആപ്ലിക്കേഷനോ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു സെക്ഷൻ ഉണ്ട്, അതിലും എളുപ്പമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ മൊത്തം പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് പഠിച്ചാലും മതി. മനസ്സിലായോ? ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടില്ലായിരുന്നു. അതായത് അന്ന് കൊറോണ സമയത്താണ് എക്സാം ഞാൻ വീഡിയോ ചെയ്തത്. അത് പഴയ വീഡിയോ തന്നെയാണ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതിൽ എന്താണ്ടാച്ചിട്ട് അതിൽ 3 യൂണിറ്റ് പഠിച്ചാൽ മതിയായിരുന്നു. അന്ന് കൊറോണയ്ക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു, കൊറോണ ടൈമിൽ. അപ്പോൾ അവിടെ അങ്ങനെയാണ് കുറേ പേര് രക്ഷപ്പെട്ടു പോയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് എന്നുള്ള ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ 3 യൂണിറ്റ് എടുത്തുള്ളൂ. ഓക്കെ, പക്ഷെ അത് എളുപ്പമായിരുന്നു. അപ്പോൾ അതും ഇന്നിപ്പോൾ ഈ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അതും ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണേ. ഇനി കൂടുതൽ സമയം വർത്തമാനം പറഞ്ഞിട്ടിരിക്കണ്ട, എങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ട്രിഗണോമെട്രി പഠിച്ചാൽ തന്നെ 60 മാർക്ക് നമ്മൾ സെറ്റാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ ഈ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് എളുപ്പമാണ്. സാധാ ഡിഫറൻസിയേഷൻ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് പഠിക്കുകയാണ് കേട്ടോ. അതിലെല്ലാം റിപ്പീറ്റഡ് ആണ്. കുറേ ബലൂണിൻ്റെ പ്രോബ്ലം ഉണ്ട്, സ്പിയറിൻ്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. സെയിം ക്വസ്റ്റൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. അത് അത്രയും ബൈ ഹാർട്ട് ഇത് കാണാപ്പഴം പഠിച്ചാലും മതി. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു കോള്. ഹലോ,
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ട്രിഗണോമെട്രിയുടെ ബേസ് ആദ്യം പഠിക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നില്ലേ, ഈ ട്രിഗണോമെട്രി എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് കിട്ടും 10 മാർക്ക് കേട്ടോ. എന്താണ് ബേസിക് ആയിട്ട് കാര്യം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സെക്ഷനാണെങ്കിൽ കഴിഞ്ഞ വർഷം, ഇപ്പോൾ അതായത് 2024 ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരുന്നു, മനസ്സിലായോ? ആ ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും നമുക്ക് 6, 2, 8, 8, 5, 13 മാർക്ക് ഈ ഒരു ബേസിക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ട്രിഗണോമെട്രി എന്താണെന്നാണ്, നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുക, ഏതെങ്കിലും ഒരു ആംഗിൾ. എല്ലാ പ്രോബ്ലം ഇവിടെ തന്നെ വരച്ചോ. ഈ ആംഗിൾ നമ്മൾ തീറ്റ എന്നോ എക്സ് എന്നോ എടുത്തു, എന്തായാലും കുഴപ്പമില്ല. ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന, ഇപ്പോൾ ഇതിപ്പോൾ എ ബി സിന്ന് പേരൊന്നും ആവശ്യമില്ല, എ ബി സിന്ന് പേര് കൊടുത്ത് വിചാരിച്ചോ. ഓക്കെ, ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ അതിൻ്റെ ഓപ്പോസിറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഏത് ആംഗിളാണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഏത് ആംഗിളാണോ എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടടുത്തുള്ള സൈഡിന് നമ്മൾ എന്ത് പറഞ്ഞു? അഡ്ജസൻ്റ് സൈഡ് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കുക, 2 സൈഡുണ്ട്. ഒന്ന് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്. ആംഗിളിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്. ഇനി ഒരു സൈഡ് കൂടി ഉണ്ട് അല്ലേ, വലിയ സൈഡ്. ഇതാണ് ആ വലിയ സൈഡിൻ്റെ പ്രത്യേകത. അത് 90 ഡിഗ്രി ഇല്ലേ, ഇതാണ് 90 ഡിഗ്രി അല്ലേ. ഒരു ഡിഗ്രി 90 ഡിഗ്രി വരുമ്പോൾ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ട ത്രികോണം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 90ൻ്റെ ഓപ്പോസിറ്റ്, ഇതാണ് അതിൻ്റെ പേര് ഹൈപ്പോട്ടിനസ് എന്നാണ് പറയുക അല്ലേ. എന്താ പറയുക? ഹൈപ്പോട്ടിനസ്. പണ്ട് മലയാളം മീഡിയം പഠിച്ചവർക്ക് കർണം എന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇത് എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്. ഇത് കർണം, ഹൈപ്പോട്ടിനസ്. ഇത് സമീപവശം, അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് ഞങ്ങളൊക്കെ മലയാളം മീഡിയം പഠിച്ചത് കേട്ടോ. അങ്ങനെയാണ് പറയാം. അപ്പോൾ ഈ മൂന്ന് സൈഡുകളും ഈ ആംഗിളും തമ്മിലൊരു ബന്ധമുണ്ട്, മനസ്സിലായോ? ഈ 3 സൈഡും ആംഗിളും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ പറയുന്ന പേരാണെന്ത്? ട്രിഗണോമെട്രിക് റേഷ്യോസ്. മനസ്സിലായോ? അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമല്ല. ഇതാണ് ട്രിഗണോമെട്രിക് റേഷ്യോ. 2 സൈഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, മനസ്സിലായോ? ആ വാല്യൂവിനെ പറയുന്ന പേരാണ് സൈൻ തീറ്റ. അപ്പോൾ ഒന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണ്? സൈൻ തീറ്റ എന്നോ സൈൻ എക്സ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം, പേര് ഒരു കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടമുള്ള വിളിച്ചോ, മനസ്സിലായല്ലോ? അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസിനെ പറയുന്ന പേരാണെന്ത്? സൈൻ തീറ്റ. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്, എ ബി ബൈ എ സി എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ അതുപോലെ ഇരിക്കും. നമ്മൾ കൊടുക്കുന്ന പേര് എ ബി ബൈ എ സി എന്ന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ അത് ശരിയാവില്ല. മനസ്സിലാക്കുക, എന്താണോ നമുക്ക് തരുന്ന ആംഗിള്, ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതിനെ പറയുന്ന പേരാണെന്ത്? സൈൻ. ഇനി മറക്കില്ലല്ലോ, എന്താണ് സൈന്? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ ആളുടെ പേരാണ് കോസ് തീറ്റ. രണ്ടാമത്തെ ആളാരാണ്? കോസ് തീറ്റ. എന്താണ് കോസ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ, മലയാളത്തിൽ ഞങ്ങൾ പഠിച്ചത് എതിർവശം ബൈ കർണം എന്നൊക്കെയാണ് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓക്കെ, അവസാനത്തെ മൂന്നാമത്തെ ആളാരാണ്? ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓപ്പോസിറ്റും ഇവരും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതിനെ പറയുന്ന പേരാണെന്ത്? ടാൻ തീറ്റ. അപ്പം അങ്ങനെ മൂന്ന് ആംഗിളാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനിയുണ്ട് മൂന്ന് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റത്തേതാണ് സൈൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. കോസോ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. ടാനോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ 2 കൂടെ ഹൈപ്പോട്ടിനസ് ആണ് ബൈയിൽ. ടാനിൽ ആരില്ല? ഹൈപ്പോട്ടിനസ് ഇല്ല കേട്ടോ. ഓക്കെ അല്ലേ? ഓപ്പോസിറ്റും അഡ്ജസൻറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സൈനിനെ തല തിരിച്ചിടുന്ന ആളെ വിളിക്കുന്ന പേരാണ് കൊസീക്ക് തീറ്റ. എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ. ഓക്കെ, സൈനിനെ തിരിച്ചിടുക. അതായത് എന്തുവരും? ഹൈപ്പോട്ടിനസ് മുകളിലും ഓപ്പോസിറ്റ് താഴെയും. മനസ്സിലായോ?
അപ്പോൾ കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ. കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin തീറ്റനെ പറയുന്ന പേരാണ് കൊസീക്ക് തീറ്റ. അടുത്തത് സീക്ക് തീറ്റ, 1/cos തീറ്റ. കോസിനെ തിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കോസിൻ്റെ റെസിപ്രോക്കൽ. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാം കേട്ടോ. അപ്പോൾ എന്താ വരിക? യെസ്, എന്താണ്? ഹൈപ്പോട്ടിനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടിനസ് ബൈ അഡ്ജസൻറ്റ് സൈഡിനെ പറയുന്ന പേരാണ് സീക്ക് തീറ്റ. അവസാനത്തത് കോട്ട് കേട്ടോ, കോട്ട് തീറ്റ. കോട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ തലതിരിക്കുക. അപ്പോൾ എന്താണ്? 1/tan തീറ്റ. 1/tan എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റിനെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് 6 ട്രിഗണോമെട്രി റേഷ്യോസ്. ഇത് കാണാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇത് കാണാൻ മാത്രമല്ല, ഇതിൻ്റെ ആപ്ലിക്കേഷനിലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. നോക്കാം, ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ഇത്ര എഴുതിയല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത്ര എഴുതിയാൽ മാത്രം പോരാ. ഈ ട്രിഗണോമെട്രിയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ട്രിഗണോമെട്രി റേഷ്യോസ് ഓരോ ക്വാഡ്രൻ്റ്, ഓരോ സ്ഥലത്തും പ്ലസ് മൈനസ് ഒക്കെ വരും. എല്ലാം പ്ലസ് ആവണമെന്ന് മാത്രം നിർബന്ധമൊന്നുമില്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടോട്ടലായിട്ടുള്ള ഈ സർക്കിളിനെ നമ്മൾ 4ആയിട്ട്, ടോട്ടൽ ഒരു സർക്കിള് മൊത്തം കറങ്ങി വരുമ്പോൾ 360 ഡിഗ്രി അല്ലേ വരും? 360 ഡിഗ്രി അല്ലേ? അതായത് ഒരു മൊത്തത്തിലൊരു സർക്കിൾ 360 ഡിഗ്രി അല്ലേ? അതിനെ നമ്മൾ 4 ഈക്വൽ കഷ്ണങ്ങളാക്കി ഭാഗിക്കുന്നു. അതായത് ഇതിനെ 4 ക്വാഡ്രൻ്റ് എന്ന് വിളിക്കുക. ഇതിനെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയും, ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കണേ, 0 മുതൽ ഇത്രയും ഭാഗം ഒന്ന് കറങ്ങി വന്നാൽ ഇത് 90 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ 0 മുതൽ 90 ഡിഗ്രി വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, 90 മുതൽ 180 ഡിഗ്രി അടുത്ത കറക്കം. 2 പ്രാവശ്യം 90 കൂട്ടുമ്പോൾ എത്ര വരിക? 2 പ്രാവശ്യം 90 ആകുമ്പോൾ 180 ഡിഗ്രി വരും. അപ്പോൾ 90 മുതൽ 180 ഡിഗ്രിയുടെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ അതിനെ സെക്കൻഡ് ഡിഗ്രി എന്നാണ് പറയുക. വീണ്ടും 90 കൂട്ടി, അപ്പോൾ 180 കൂടി 90 കൂട്ടുമ്പോൾ എത്ര വരും? 270, 270 ഡിഗ്രിയാണ്. വീണ്ടും 90 കൂട്ടിയാൽ നമ്മൾ ഫുൾ എത്തി, അപ്പോൾ 360 ഡിഗ്രി എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ നോക്കിക്കോളെ. അപ്പോൾ 0 മുതൽ 90 വരെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നാണ് അറിയപ്പെടുക. അടുത്തത് സെക്കൻഡ് ക്വാഡ്രൻ്റ്. 180 മുതൽ 270 വരെ തേർഡ് ക്വാഡ്രൻ്റ്. 270 to 360 വരെ ഫോർത്ത് ക്വാഡ്രൻ്റ്. ക്ലിയർ ആണോ? ഈ ക്വാഡ്രൻ്റിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റിലെ എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും പോസിറ്റീവാണ്. ഓൾ ആർ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ടീച്ചർമാർ ഒരു ഫോമിൽ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കെയർ എന്നോ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നോ, ഓൾ സ്റ്റുഡൻസ് എന്താണ് ടീക്കപ്പോ, അങ്ങനെ എന്തൊക്കെ പറയാറുണ്ട് കേട്ടാ. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാനിവിടെ പോളിയിൽ പഠിപ്പിച്ചപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞത് എന്താ, അയലത്ത് ശങ്കരൻ തൂങ്ങിച്ചെത്തുന്ന് പറഞ്ഞു. ഓക്കെ, അവന്മാർ ഓരോന്നൊക്കെ കണ്ടുപിടിക്കട്ടെ, ഇഷ്ടം പോലെ. ഓക്കെ, അവന്മാർ പറഞ്ഞതാ എൻ്റെ പിള്ളേർ. അവന്മാർ വേറൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി ഇടാ. പ്രത്യേകിച്ച് ഞാൻ പറയാം, എൻ്റെ പിള്ളേർ എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിക്കര പോളിയിലെ പിള്ളേരിടാ. നെയ്യാറ്റിക്കര പോളിയിലെ പിള്ളേർ അവർ പല സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സാധനമാണ് അയലത്തെ ശങ്കരൻ തൂങ്ങിച്ചെത്തുന്ന് പറഞ്ഞു. വേറെന്താ എന്തൊക്കെ പറയാറുണ്ട് അവർ, ഓരോന്നൊക്കെ എങ്ങനെ പഠിക്കുക. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ഇത്രയേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഇത് മാത്രം മനസ്സിലാക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എല്ലാവരും പോസിറ്റീവാണ്. ക്വസ്റ്റ്യൻ്റെ കൂടെ പറയും, അവർ ക്വസ്റ്റ്യനിൽ പറയും, പ്രത്യേകിച്ച് പറയും എന്താണ്, എക്സ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്നോ അങ്ങനെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ്റെ കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ പറയുന്ന ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും പോസിറ്റീവായിട്ട് എഴുതണം. മനസ്സിലായോ? സെക്കൻഡ് ക്വാഡ്രൻ്റിലാണെങ്കിലോ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സൈന് പോസിറ്റീവ് ആകുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. സൈന് മാത്രമല്ല കേട്ടോ, കോസ്, അതായത് സൈനും കൊസീക്കും പോസിറ്റീവ് ആവും കേട്ടോ. സൈൻ എക്സും കൊസീക്ക് എക്സും പോസിറ്റീവ് ആകും. അതായത് സൈൻ്റെ തിരിച്ചിരുന്നല്ലേ കൊസീക്ക് കേട്ടോ. അടുത്ത് ഇവിടെ തേർഡിൽ ടാനാണ്. അപ്പോൾ ടാന് മാത്രമല്ല, ടാൻ്റെ കൂടെ ആരും ഉണ്ടാവും? കോട്ടും പോസിറ്റീവാണ്. ഫോർത്തിൽ കോസാണ്, കോസിൻ്റെ കൂടെ സീക്കും പോസിറ്റീവാണ് കേട്ടോ. ഈ ഒരു കാര്യം മാത്രം തൽക്കാലം അറിയാം. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ നമുക്ക് പ്രോബ്ലം തുടങ്ങാം. യെസ്, അതെ, ടാനും കോട്ടും. തേർഡ് ക്വാഡ്രൻ്റിൽ ടാനും കോട്ടും കേട്ടോ.
ഫോർത്തിൽ കോസും സീക്കും. അതാണ് സി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് കോസാണ്, കൊസീക്കല്ല, കോസും സീക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ബേസിക് ഇത് ശ്രദ്ധിക്കുക. പോളി പഠിക്കണം, ജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റയടിക്കൊന്ന് പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. കുറേശ്ശെ ട്രിഗണോമെട്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? അപ്പോൾ പെട്ടെന്ന് അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, നമ്മുടെ മെമ്മറിയിലേക്ക് കുറേശ്ശെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം എന്ത് പഠിക്കുക? ആദ്യം ഫസ്റ്റ് സാധനം എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ക്ലിയർ? ദെൻ എവിടേക്ക് വന്ന് നമ്മൾ അതൊന്നുകൂടി പറയാം അല്ലേ? ഇപ്പം നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഇത്രയും നോട്ട് ചെയ്തോ ഒന്നറിവ്. ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമൊന്നുമില്ലെങ്കിലും പറയാം. ഈ പൈ 19 അടുത്ത സെക്ഷൻ പഠിപ്പിക്കുന്ന ആവശ്യമുള്ളൂ. 19 നമ്മൾ π/2 എന്നാണ് പറയാം കേട്ടോ. ഓക്കെ, 180 നമ്മൾ പൈ എന്നാണ് വിളിക്കുക. അതുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്യാം. 270 നമ്മൾ 3π/2 എന്നാണ് പറയുക. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം കണക്ക് എടുക്കട്ടെ. 360 നമ്മൾ 2π എന്നാണ് പറയുക. ഓക്കെ ആണോ? 180 വെറും പൈ ആണ് 180 കേട്ടോ. ഇപ്പോൾ 180 എന്ന് പറഞ്ഞാൽ പൈ എന്ന് എഴുതണം കേട്ടോ. പൈ എന്ന് പറഞ്ഞാൽ 180 എഴുതണം. കാരണം കാൽക്കുലേറ്റർ കുറച്ച് ഉടായ്പ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അത് പഠിപ്പിച്ചത്. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കിയാണേ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയണേ, ഇതൊന്ന് ഓർക്കണേ. അപ്പം നമ്മൾ 3 സാധനങ്ങൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. സൈനിൻ്റെ റെസിപ്രോക്കലിനെ പറയുന്ന പേര് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലിനെ പറയുന്ന പേര് സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേര് കോട്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇങ്ങനെ തന്നെ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ 6 ഉള്ളത് അല്ലേ? മാഷ് കഴിഞ്ഞല്ലോ. 6 അതായത് 1/sin തീറ്റയാണ് കൊസീക്ക് തീറ്റ, 1/cos തീറ്റയാണ് സീക്ക് തീറ്റ, 1/tan തീറ്റയാണ് കോട്ട് തീറ്റ. ഇത് 3 നോട്ട് ചെയ്യാം കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ വേറെ റിസൾട്ട് ഉണ്ട്, ടാൻ തീറ്റയ്ക്ക് ഒരു റിസൾട്ട് കൂടി ഉണ്ട്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതിവിടെ മാത്രമല്ല കേട്ടോ, വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ആവശ്യമുണ്ട്. S2 ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴും ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ടാൻ തീറ്റ എഴുതാം. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്. ഓക്കെ ആണോ? അതുപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ തിരിച്ച് കോസ് ബൈ സൈൻ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. അപ്പോൾ കോട്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചോളണേ. അപ്പോൾ ടോട്ടൽ 5 റിസൾട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5 ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസൾട്ടാണ്. 1/sin എടുത്താൽ കൊസീക്ക് കിട്ടും, 1/sin കൊസീക്ക്, 1/cos സീക്ക്, 1/tan കോട്ട്. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്, കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ. ഇത്രയും റിസൾട്ടുകൾ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തേക്ക് പോകാം കേട്ടോ. തുടങ്ങിയാലോ? ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? S1 PDF ഇല്ലല്ലേ? ഓക്കെ, എന്തായാലും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോണൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയി നോക്കട്ടെ. ഓക്കെ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇവിടെ നോക്കട്ടെ ആർക്ക്. എന്തായാലും 2021 സ്കീമിൻ്റെ ഉള്ളൂ. ഒരു മിനിറ്റ്, കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണേ. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് സൈൻ എ ഈക്വൽ ടു, ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ എ ഈക്വൽ ടു
3/5 sin A equal to 3/5, comma, A lies in second quadrant. A lies in second quadrant. Find all other trigonometric ratios. ബാക്കിയുള്ള 5 പേര് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. സൈൻ എ നമുക്ക് തന്നിട്ടുണ്ട്, 3/5 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? എ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. എ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർ തന്ന കാര്യം എന്ന് എഴുതാടെ. നമുക്ക് തന്നത് ഇതാണ്. എന്താണ്? സൈന് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് താഴെ എഴുതാണ് ഗിവൺ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഗിവൺ സൈൻ എ ഈക്വൽ ടു 3/5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ സൈൻ എയുടെ വാല്യൂ എന്താ? സൈൻ എയുടെ ഡെഫിനിഷൻ ഇപ്പം ഞാൻ പറഞ്ഞോ. എന്താണ് പഠിച്ചത്? സൈൻ അത് ഓർമ്മ വരണേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഇതാണ് സൈൻ എ. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് 3/5 ആണെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇത് കിട്ടിയിട്ട് നമ്മൾ എല്ലാ പ്രോബ്ലം ഈ മോഡലുകൾ എന്ത് ചോദിച്ചാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ട്രയാങ്കിൾ കണ്ട് വരയ്ക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണേ. ഇതാണ് എ എന്നെടുക്കുക. എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ്. എന്താണ് അവർ തന്നത് അത് അവിടെ കൊടുക്കുക. എ എന്ന് കൊടുത്തു. ഓക്കെ ആണോ? അപ്പോൾ ഈ സൈഡ് എ ആണ്, ഇത് ബി, ഇത് സി. എങ്ങനെ ശരി, കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിൽ പേര് കൊടുക്കാം കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റൂള് പ്രകാരം ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടിനസ്. ഓക്കെ അല്ലേ? അപ്പോൾ അവരെന്താ തന്നെയാണ്? ഓപ്പോസിറ്റ് സൈഡിൽ എത്രയാണ് പറഞ്ഞേക്കണേ? നോക്കി പറഞ്ഞേ. 3. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ അവിടെ 3 ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലായി? ഫുൾ ഉടായ്പാണേ. ഇങ്ങനെയല്ല ഒരിക്കലും മെത്തേഡ്. ഇങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. ഓപ്പോസിറ്റ് സൈഡിൽ 3 ഇട്ട് കൊടുത്തു. ഹൈപ്പോട്ടിനസിൻ്റെ അവിടെ എത്രയാണ് വന്നേക്കണേ? ഇങ്ങനെയും ഉടായ്പൊന്നല്ല കേട്ടോ, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ബുദ്ധിയുള്ളവരിങ്ങനെ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇവിടെ 5 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടിയല്ലേ കാണണ്ടുള്ളൂ. എന്താണ്? അഡ്ജസ്റ്റൻറ്റ് സൈഡിലല്ലേ കാണേണ്ടത്. അത് കാണാൻ അഡ്ജസ്റ്റൻറ്റ് സൈഡ് കാണാൻ റൂട്ട് ഓഫ് ഈ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. അതായത് വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക. റൂട്ട് കൊടുക്കരുത്. ആദ്യം റൂട്ട് കൊടുക്കാതെ 5² - 3² അടിച്ചോ കാൽക്കുലേറ്ററിൽ. വലുതെന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. വലുതെന്ന് ചെറുത് കുറയ്ക്കട്ടെ, അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കും. ഓക്കെ, എപ്പോഴും വലുത് ഹൈപ്പോട്ടനസ് ആയിരിക്കും, ഉറപ്പാണേ. ഹൈപ്പോട്ടനസ് എപ്പോഴും വലുതായിരിക്കും. എത്രയും വന്ന 5² - 3² കാൽക്കുലേറ്റ് അടിച്ച് നോക്കുക. എത്ര വന്നു? 16 കിട്ടിയില്ലേ? 5² - 3². സ്ക്വയർ കണ്ടല്ലോ കാൽക്കുലേറ്ററിൽ. 5 അടിച്ചിട്ട് ഇവിടെ ഒരു സ്ക്വയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടോ. കിട്ടിയില്ല. കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം സെൻറ്ററിൽ ഇവിടെ കേട്ട് ഇങ്ങനെ x² എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നുണ്ട്. കണ്ടോ? അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. 5 അടിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്യുക. -3 അടിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്യുക. 16. അപ്പോൾ എത്രയാണ് റൂട്ട്? ഇനി റൂട്ട് 16 അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണേ. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് ചിലപ്പോൾ ആൻസർ തെറ്റും. അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് 16 അടിച്ച് നോക്കുക. എത്ര വരിക? റൂട്ട് 16 എത്ര വരിക? 4 കിട്ടി അല്ലേ? 4 കിട്ടി. അപ്പോൾ ഇതാണ് 4. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ 3 സൈഡും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 3 സൈഡും കിട്ടി. ഇനി ബാക്കിയെല്ലാം എഴുതാം നമുക്ക്. ഇനി നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനി ഓരോന്ന് എഴുതിക്കോ. കോസെ. ആരാണ് കോസെ? കോസയുടെ ഫോർമുല അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്.
അഡ്ജസൻ്റ് സൈഡ് 4 അല്ലേ, 4/5. ഇനി എന്താ ടാന് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് മാർക്ക് ചെയ്തത്, ഹൈപ്പോട്ടനസ് അല്ല ടാനിൽ, ഹൈപ്പോട്ടനസ് അല്ല കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിൽ എത്രയാണ് 3, അഡ്ജസൻറ്റ് സൈഡിൽ 4, 3/4. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഞാനത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അറിയോ, പിന്നെ സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് കേട്ടോ. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin A. അങ്ങനെ 1 എന്ന് എഴുതണ്ട, ഈ സൈന് കിട്ടിയതിന് തിരിച്ചിട്ടാൽ മതി. 5/3 കണ്ടോ, സൈനിന് തിരിച്ചിടുക കേട്ടോ. സൈന് 3/5 അല്ലേ കിട്ടിയേ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ എടുക്കാം. ഓക്കെ, അടുത്തത് സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos A. കോസ് കിട്ടിയതിനെ തിരിച്ചിടുക, മനസ്സിലായോ? അപ്പോൾ എത്ര വരിക 5/4. അടുത്തത് എത്രയാണ് കോട്ട എന്താണ് 1/, അപ്പോൾ ആദ്യത്തെ 3 കിട്ടാനേ റിസ്ക് ഉള്ളൂ, ബാക്കി സുഖം. ഇതിനെ തലതിരിക്കുക, അപ്പോൾ എത്ര വരും 3/4 തലതിരിക്കുമ്പോൾ 4/3. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു എഴുതിയിട്ട് ഇങ്ങനെ ബോക്സൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, വെറുതെ രസം. ഓക്കെ, ഇങ്ങനെ ബോക്സ് ആക്കി വെക്കട്ടെ. ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ, അതുകൂടി ശ്രദ്ധിച്ചോളണേ. അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻ്റെ പ്രത്യേകത എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അല്ലേ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അല്ലേ. അപ്പോൾ സെക്കൻഡിൽ ആരാണ് എസ് അല്ലേ, അപ്പോൾ സെക്കൻഡിൽ സൈനാണ് പോസിറ്റീവ് കേട്ടോ, മനസ്സിലായല്ലോ. അപ്പോൾ സൈൻ എ ഈസ് പോസിറ്റീവ്. സൈൻ മാത്രമല്ലല്ലോ, കൊസീക്കും പോസിറ്റീവാണ് കേട്ടോ, മനസ്സിലായോ. സൈനും കോസിൻ്റെ അവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, ഇവിടെ പ്ലസ് കൊടുക്കുക. ഓക്കെ, സൈനിൻ്റെയും കോസീക്കിൻ്റെ അവിടെയും പ്ലസ് ഇട്ട് കൊടുക്കുക. ബാക്കി 4 പേർക്കും മൈനസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് ഇത് കൂടി ചെയ്താലേ ഫുൾ ആൻസർ കിട്ടുള്ളൂ കേട്ടോ, മനസ്സിലായോ. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ ടാനിനും ക്വാർട്ടറിനെ അവിടേക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പോസിറ്റീവ് കൊടുക്കേണ്ടത്. ബാക്കി 4 പേർക്കും മൈനസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് ഇവിടെ മാത്രമല്ല, ഇത് കണ്ടിട്ട് പിന്നെ sin A+B അങ്ങനെ റിസൾട്ടുകളൊക്കെ ഉണ്ട്. sin A+B, sin A-B അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു ആംഗിൾ തന്നിട്ട് മറ്റുള്ള ആംഗിൾ കാണുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ ഇതിൽ 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കണം നമുക്ക്, എന്നിട്ട് ഓക്കെ ഉള്ളൂ. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുന്നില്ല, കാണുന്നില്ല. ഓക്കെ, കിട്ടിയെന്ന് അയക്കണേ. ഏതായാലും ഒരെണ്ണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ല, ഇപ്പോൾ കഴിഞ്ഞത് വേണ്ട, അതിൽ ഇത് ഈ ഒരു ടൈപ്പല്ല ചോദിച്ചത്, അതിൽ കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇങ്കൊന്ന് നിറച്ചോട്ടെ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാവേ. ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് കോസ് എ ഈക്വൽ ടു -4/5, കോസ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട് -4/5, എ ലൈസ് ഇൻ ദി, ഇത് എക്ക് പകരം ഇത് എക്സ് എന്നൊക്കെ തരും കേട്ടോ, കോസ് തീറ്റ എക്സ് ഒക്കെ തരാറുണ്ട്. എ ലൈസ് ഇൻ ദി തേർഡ് ക്വാഡ്രൻറ്റ്, എ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. -4/5 ആണ്, -4/5 ആണ്. എ ലൈസിൻ്റെ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ നമ്മൾ ടാൻ ആണല്ലോ പോസിറ്റീവ്, അതുകൊണ്ട് കോസ് നെഗറ്റീവ് ആവും കേട്ടോ. അപ്പോൾ തരുമ്പോൾ തന്നെ അവർ നെഗറ്റീവായിട്ട് തരുന്നത് കേട്ടോ. എ ലൈസിൻ്റെ തേർഡ് ക്വാഡ്രൻറ്റ്, ഫൈൻഡ് ഓൾ അതർ വാല്യൂസ്, എല്ലാ വാല്യൂസും കാണുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോവുകയാണ്. ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇവിടെ എ ആയിട്ടെടുത്തു, ഇത് എ ആയിട്ടെടുത്ത്. അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റ്. ഓക്കെ, ഇത് അഡ്ജസൻറ്റ്, ഇത് ഹൈപ്പോട്ടിനസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്ന കാര്യം എഴുതാണ്. കോസ് എ ഈക്വൽ ടു -4/5 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ് എയുടെ ഡെഫിനിഷൻ എടുക്കാം. എന്താണ് കോസ് എയുടെ ഡെഫിനിഷൻ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, ശരിയല്ലേ?
അതിനെ ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് മൈനസ് എഴുതുന്നില്ല, +4/5 എന്ന് എഴുതി. ഓക്കെ, മനസ്സിലായോ? പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് ഇട്ടിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ അവസാനം ആൻസർ എഴുതുമ്പോൾ മൈനസ് എഴുതാം. ഇപ്പോൾ തൽക്കാലം പ്ലസ് ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ പ്ലസ് ഇട്ട് എഴുതിക്കോ, അല്ലെങ്കിൽ കൺഫ്യൂഷനാവേ, നമ്മൾ തെറ്റിക്കും കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് സൈഡിലാണ് ആര്? അഡ്ജസ്റ്റൻ്റ് സൈഡിൽ 4 വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടനസിൽ 5. അപ്പോൾ ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഈ സൈഡ് എങ്ങനെ കാണാം? നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്തു? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ സൈഡിൻ്റെ സ്ക്വയർ കുറച്ചു, ഇതിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു കേട്ടോ. സ്ക്വയറാണ് കുറയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ √9 എന്നാണ് പേര്. ചെക്ക് ചെയ്തോളണേ. √9ൻ്റെ വാല്യൂ 3. അപ്പോൾ ഇത് 3 ആയി. അപ്പോൾ 3 സൈഡും കിട്ടിയില്ലേ? 3 സൈഡും കിട്ടി. ബാക്കിയൊക്കെ എഴുതിക്കോ. സൈന് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഈക്വൽ ടു 3/5. കോസ് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ എത്ര കിട്ടി? 4/5. ടാന് എന്താണ്? ടാന് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ എത്ര വരും? 3/4. ദെൻ കൊസീക്ക് എ എന്താണ്? 1/sin A. സൈന് തിരിച്ചിടുക 5/3. സീക്ക് എ 1/cos A. കോസിനെ തിരിച്ചിടുക 5/4. കോട്ട് എ 1/tan A. ടാൻ തിരിച്ചിടുക 4/3. കഴിഞ്ഞില്ലേ? എളുപ്പമല്ലേ? മനസ്സിലാക്കി പഠിച്ചാലേ ഇത് എളുപ്പമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത്ര എളുപ്പമൊന്നല്ലേ? മനസ്സിലാക്കി പഠിച്ചോളേ. ചുമ്മാ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ ജയിക്കുന്നൊന്നും വിചാരിക്കരുത്. ഇത് എഴുതി നോക്കുക, തനിയെ മനസ്സിലായോ ഇല്ലയോ എന്ന് നോക്കുക, എന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ നോക്കാനുണ്ട്. എന്താണ് നോക്കേണ്ടത്? ഇത് തേർഡ് ക്വാഡ്രൻ്റ് അല്ലേ? തേർഡ് ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അതുകൊണ്ട് തന്നെ എഴുതിയാലും മാർക്ക് ഫുള്ള് വീഴുള്ളൂ കേട്ടോ. തേർഡ് ക്വാഡ്രൻറ്റ് ടാൻ എ ഈസ് പോസിറ്റീവ്. ടാനിൻ്റെ കൂടെ പോസിറ്റീവ് ആവുന്ന ആരാണ്? കോട്ടും. അപ്പോൾ ടാനും കോട്ടുമാണ് പോസിറ്റീവ്. അപ്പോൾ ടാനിൻ്റെ അവിടെയും കോട്ടിൻ്റെ അവിടെയും പ്ലസ് ഇട്ട് കൊടുക്കുക, ബാക്കി 4 പേർക്കും മൈനസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ടാനിനും മനസ്സിലായോ? ഇവർ രണ്ടുപേരും ടാനിനും കോട്ടിനും പ്ലസ് ഇട്ട് കൊടുക്കുക, ബാക്കി 4 പേർക്ക് മൈനസ് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക. ഈ സൈഡ് കന്നാൽ ഈ സൈഡ് കാണാൻ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഇതാണ് കാണണമെങ്കിലും ഹൈപ്പോട്ടനസ് സ്ക്വയറിൽ നിന്ന് ഈ സൈഡ് കുറയ്ക്കുക. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണേ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലേ ക്ലിയർ ആവുള്ളേ. അത് തിരിച്ചാണ്. ഏതാ? കേട്ടില്ല. അതാ പറഞ്ഞ അത് അടുത്ത ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത പ്ലസ്, അതായത് ആ ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പ്ലസ് ചെയ്യണം. അതാണ് പഠിപ്പിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചെയ്ത് 2 പ്രോബ്ലം, അതായത് സൈന് തന്നാലും മൈനസാണ് ചെയ്തത് അല്ലേ? കോസ് തന്നപ്പോഴും മൈനസാണ് ചെയ്തത്. ടാൻ ആണ് തരണമെങ്കിൽ പ്ലസ് ആണ് ചെയ്യേണ്ടി വരിക. അത് മനസ്സിലാക്കാനാണ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇഫ് ടാൻ എ ഈക്വൽ ടു ടാൻ ആണ് തരുന്നത് കേട്ടോ. ഒരു മിനിറ്റ്, എവിടെയോ കണ്ടല്ലോ ടാന്. ഒരു മിനിറ്റ്, ടാന് എവിടെ? ക്വസ്റ്റ്യൻ എവിടെ? എൻ്റെ കയ്യിലൊരു ടെസ്റ്റ് ഞാനൊരു പയ്യന് കൊടുത്തു. അവന് ഫോം വിളിക്കണം. എൻ്റെ ടെസ്റ്റ് മിസ്സായി. അവൻ ജയിച്ചു, പക്ഷേ ടെസ്റ്റ് എത്തിച്ചിട്ടില്ല. നമ്മുടെ ആ ചെറിയ ടെസ്റ്റില്ലേ, അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. അതുണ്ടെങ്കിൽ സുഖം. ടാൻ എ ഈക്വൽ ടു 5/12. ടാൻ എ ഈക്വൽ ടു 5/12 ആണ്. ടാൻ എ ഈക്വൽ ടു 5/12, കോമ എ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. എ ലൈസ് ഇൻ തേർഡിൽ തന്നെയാണ്, തേർഡ് ക്വാഡ്രൻറ്റ്. ഫൈൻഡ് ഓൾ അതർ വാല്യൂസ്. എ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്, ഫൈൻഡ് ഓൾ അതർ വാല്യൂസ്. ഓക്കെ അല്ലേ?
പ്രോബ്ലം ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ട്രയാങ്കിൾ വരയ്ക്കുക, ഒന്നും നോക്കണ്ട. ഇതിവിടെ മാത്രമല്ല കേട്ടോ, ഇനി നമുക്ക് ഇങ്ങനെ ടാനേ തന്നിട്ട് ഫൈൻഡ് സൈൻ എ മൈനസ് പി അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാവേ. ഇപ്പോൾ തൽക്കാലം ഈ ഒരു വാല്യൂ കാണുന്നത് ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് ഇനി വീണ്ടും ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട, ഇത് പഠിച്ചാലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഫ് എന്താണ് ടാന്, അപ്പോൾ ഇത് എ ആയിട്ട് എടുത്തു അല്ലേ, എ ആയിട്ട് എടുത്തു. അപ്പോൾ അവരെന്താ തന്നിരിക്കുന്നത്, അവർ തന്നിരിക്കുന്നത് ടാനെ തന്നിട്ടുണ്ട് 5/12. അപ്പോൾ ടാൻ്റെ ഡെഫിനേഷൻ എന്താ, ടാനയുടെ ഡെഫിനേഷൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്, അതാണ് 5/12. കാര്യം മനസ്സിലായോ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ് 5/12. അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ OPP, ഇത് ADJ, ഇത് ഹൈപ്പോ. അപ്പോൾ എന്താണ് അവർ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കുക. തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ് 5. ഓപ്പോസിറ്റിൻ്റെ അവിടെ 5 ഇട്ട് കൊടുത്തു കണ്ടോ. ദെൻ അഡ്ജസൻ്റ് തന്നിട്ടുണ്ട്, അഡ്ജസൻ്റ് അവിടെ 12 ഇട്ട് കൊടുത്തു. ഇനി ഹൈപ്പോട്ടനസ് കാണണം, ഇതാണ് ചോദിച്ചത്, മനസ്സിലായോ? അപ്പോൾ ഹൈപ്പോട്ടനസ് കാണാൻ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് ഇതിൻ്റെ അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക കേട്ടോ. ഹൈപ്പോട്ടനസ് ആണ് കാണാണ്ടെങ്കിൽ 5² + 12² ആണ്, മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സൈഡ് കാണാൻ വലുതിന് ചെറുത് കുറയ്ക്കുക, ഈ വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. ഈ സൈഡ് കാണാൻ ചോദിച്ചാലും വലുതിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറുതിൻ്റെ സ്ക്വയർ വയ്ക്കുക. പക്ഷെ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്, നമുക്ക് ഹൈപ്പോട്ടനസ് അല്ലേ കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ, അതായത് പൈത്തഗോറസ് തിയറമാണ് 5² + 12². ഇടാ എത്ര വരിക സ്ക്വയർ ചെയ്യുമ്പോൾ, 5ൻ്റെ സ്ക്വയർ 25, 12ൻ്റെ സ്ക്വയർ 144, അപ്പോൾ 169, 169ൻ്റെ റൂട്ട് 13. അപ്പോൾ ഇത് 13 കിട്ടിയിട്ടാ. ക്ലിയർ ആയോ? നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അടിച്ചാൽ 5² + 12² അടിച്ചാൽ മതി, അത് നല്ലത്. ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് കൂട്ടാൻ നിൽക്കണ്ട. 5² + 12² എത്ര വന്ന്, അങ്ങനൊന്നും അടിക്കില്ല. അങ്ങനെ 25 + 141 ടൈപ്പ് ചെയ്ത് നിൽക്കരുത്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. റൂട്ട് എടുക്കരുത്, വെറുതെ 5 അടിക്കുക, സ്ക്വയർ അടിക്കുക, പ്ലസ് എത്രയാ 12 അടിക്കുക, സ്ക്വയർ അടിക്കുക, അത് മാത്രം ചെയ്താൽ മതി. കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, എത്രയൊന്ന് 144, 125, 169 അങ്ങനെ അടിക്കാൻ നിൽക്കരുത് വീണ്ടും വേണം. ഓക്കെ, 169 കേട്ടാ. അതിന് റൂട്ട് എടുത്ത് നോക്കിയൊക്കെ, റൂട്ട് 129 13, അപ്പോൾ 13 കിട്ടി കേട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ 3 സൈഡും ആയില്ലേ, 3 സൈഡും കിട്ടി. പിന്നെ എല്ലാം കാണാം. എന്താണ് സൈനെ, ആരാണ് സൈനെ? സൈനെ എന്ന് പറഞ്ഞാൽ OPP ബൈ ഹൈപ്പോ. OPP എത്രയാണ് 5/13. കോസെ ADJ ബൈ ഹൈപ്പോ. അഡ്ജസൻ്റ് ആരാണ് 12/13. ടാൻ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, എങ്കിലും എഴുതാം OPP ബൈ ADJ, അതായത് 5/12. ഇനി ഇതിൻ്റെ ഒക്കെ റെസിപ്രോക്കൽ എടുക്കുക, മനസ്സിലായോ? അതായത് കൊസീക്ക് എ, കൊസീക്ക് പറഞ്ഞാൽ 13/5. സീക്ക് എ ഇതിനെ തിരിച്ചിടുക 13/12. കോട്ട് എ ഇതിനെ തിരിച്ചിടുക 12/5. ഇനി തേർഡിലല്ലേ, തേർഡ് ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്താ? തേർഡ് ക്വാഡ്രൻറ്റിലെ ടാനും അതുപോലെ കോട്ടും പോസിറ്റീവ്. ടാനിനെയും കോട്ടിനെയും പോസിറ്റീവ് ആക്കുക, ബാക്കി 4 പേർക്ക് മൈനസ് കൊടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അതുകൊണ്ട് ചെയ്താലേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളേ. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ സെക്ഷനായിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 6 മാർക്ക് ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. ഇത് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല കേട്ടോ. ഇതും കൂടാതെ ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇനി എന്താ വെച്ചിട്ടാ sin A+Bയുടെ വാല്യൂയോ sin A-Bയുടെ വാല്യൂയോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ചെയ്യുക. അതാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പ്രോസസ്സ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ ഇതും ചോദിച്ചിരുന്നത്, അതായത് ഒരു ആംഗിൾ തന്നിട്ട് ബാക്കി 6 കണ്ടുപിടിച്ച 6 മാർക്ക്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം അത് അങ്ങനെ ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അത്രയും നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അപ്പോൾ ബാക്കി അടുത്ത സെക്ഷൻ, അതായത് sin A+B എന്താണ് ഫോർമുല പഠിക്കണം, sin A-B ഫോർമുല പഠിക്കണം, tan A+B tan A-B, ആ 4 ഫോർമുല 6 ഈ 6 ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിനി ഇപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. കേട്ടല്ലോ? അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം.